പഴയ നിയമത്തിലുള്ള ഓരോ സ്റ്റോറികളും ഓരോ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്, പോയിന്റ് ചെയ്യുന്നത് യേശുവിലേക്കാണ്. ചിലതൊക്കെ ഡയറക്റ്റ്ലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് യേശുവിനെ കാണാൻ കഴിയും, ചിലയിടത്ത് അത് മറഞ്ഞു കിടക്കുന്നു, പരിശുദ്ധ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. ഇന്ന് അത്തരം ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്ന, ഏറ്റവും അധികമായി നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ് ജോസഫിൻ്റെ ജീവിതം. ആ ജോസഫിൻ്റെ ജീവ ചരിത്രത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പോകുന്നില്ല, നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അതിനെ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ആ ലൈഫിലൂടെ ജോസഫിൻ്റെ പിതാവിൻ്റെയും ജീവിതത്തിലൂടെ നമ്മൾ യേശുവിൻ്റെ ലൈഫിനെ, പിതാവിനെയും യേശുവിനെയും നമ്മളിന്ന് കാണുവാനായി പോവുകയാണ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുവാൻ ഇടയായി തീരട്ടെ. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ലേയ, മറ്റൊരാൾ റാഹേൽ, റേച്ചൽ എന്നാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. 2 ഭാര്യമാരുണ്ടായിരുന്നു. ഈ റാഹേലിന് 2 മക്കളാണ്. അതിൽ മൂത്ത ആളാണ് ജോസഫ് കഴിഞ്ഞ പിന്നെ ഉള്ളത് ബെഞ്ചമിനാണ്. യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മകനാണ് ജോസഫ്. അത് ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും യാക്കോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോസഫിനെ. 12 പേരിൽ ഏറ്റവും ഇഷ്ടം തൻ്റെ വയസ്സാം കാലത്താണ് ജോസഫ് ജനിക്കുന്നത്. അതൊരു കാരണമാണ്. മാത്രമല്ല, താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് റേച്ചലിനെയാണ്. റേച്ചലിൻ്റെ മകൻ എന്ന നിലയിൽ ജോസഫിനോട് ഭയങ്കരമായൊരു ഇഷ്ടം യാക്കോബിനുണ്ടായിരുന്നു. യാക്കോബ് അതുകൊണ്ട് തന്നെ ജോസഫിന് ഏറ്റവും മനോഹരമായ ഒരു അങ്കി തയ്ച്ചു കൊടുത്തു. അത് സാധാരണ ഒരു അങ്കി ആയിരുന്നില്ല, വളരെ മനോഹരമായ ഒരു അങ്കിയായിരുന്നു. ആ അങ്കി എന്ന് പറയുന്നത്, അത് ഹീബ്രു വാക്കിൽ കിത്തനോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ അങ്കി എന്ന് പറയുന്നത് ലിനൻ കൊണ്ടുള്ള ഏറ്റവും മനോഹരമായ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അങ്കിയാണ്. അതായത് രാജാക്കന്മാരോ അതുപോലുള്ള ഉന്നതമായ ആൾക്കാർ ധരിക്കുന്ന തരത്തിലുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അങ്കിയാണ് ഈ ജോസഫിന് തൻ്റെ പിതാവ് കൊടുത്തത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അറിയാം, നമ്മൾ വയലിൽ പണിയെടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ല സ്യൂട്ടൊന്നും ഇട്ട് പോകത്തില്ല. അതിനർത്ഥം ഈ അങ്കി ധരിച്ചിരിക്കുന്ന ഒരാൾ എന്തായാലും പുറം പണിക്കൊന്നും പോകത്തില്ല. കാരണം അദ്ദേഹം ഒരു റോയൽ ഐഡൻറ്റിറ്റിയിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കരമായ അസൂയ തോന്നി. കാരണം എന്താണ്? ജോസഫിന് തൻ്റെ പിതാവ് കൊടുത്തത് മേൽത്തരമായ അങ്കിയാണ്. അത് രാജകീയ പ്രൗഢിയുള്ള ഒരു രാജകുമാരനെ പോലെ ജോസഫ് അവിടെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സഹോദരന്മാർക്ക് ഭയങ്കരമായ അസൂയ ഉണ്ടായി. മാത്രമല്ല, അതിനൊക്കെ പുറമെ ജോസഫ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു മകനായിരുന്നു. പിതാവിൻ്റെ ശബ്ദം യഥാർത്ഥമായി കേൾക്കുന്ന. അന്ന് നമുക്ക് ഇതുപോലെ ബൈബിളില്ല വായിച്ച് പഠിക്കാൻ. അന്ന് കൂടുതലും ദൈവം വ്യക്തിയോട് സംസാരിച്ചിരുന്നത് സ്വപ്നങ്ങളിലൂടെ ആയിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെ ഗ്രഹിപ്പാൻ ഒരു പ്രത്യേക ഫേവർ ജോസഫിനുണ്ടായിരുന്നു. ജോസഫ് 2 സ്വപ്നങ്ങളെ കണ്ടു. ഒരു സ്വപ്നം തൻ്റെ കറ്റ മാത്രം ഉയർന്നു നിൽക്കുന്നതും ബാക്കിയുള്ള കറ്റകൾ 11 കറ്റകളും വണങ്ങുന്നതായിട്ടാണ്. മറ്റൊരു സ്വപ്നം കണ്ടത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നതായിട്ട്. ഇതൊക്കെ കൂടെ ഇരുന്ന സഹോദരങ്ങളോടും മാതാപിതാക്കളോടും പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അല്ലെ അവർ കളിയാക്കി, ഞങ്ങൾ നിന്നെ വണങ്ങുമെന്നാണോ നീ പറഞ്ഞു വരുന്നേ? നിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നേ എന്നൊക്കെ അവർ ചോദിക്കുകയുണ്ടായി. പക്ഷെ അതേസമയം ഈ ജോസഫ് പറഞ്ഞ സ്വപ്നങ്ങളെ യാക്കോബ് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ഈ ജോസഫിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഒരിക്കൽ ജോസഫ് തൻ്റെ അപ്പൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനായി പോയി. ഞാൻ വേഗത്തിൽ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഭക്ഷണം കൊടുക്കുവാനായി പോയി. ദൂരെ നിന്ന് തന്നെ സഹോദരങ്ങൾ കണ്ടു തങ്ങളുടെ സ്വപ്നക്കാരൻ വരുന്നത്. അവനെ കളിയാക്കി, സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയും അവനെ കൊല്ലുവാനായി ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ഏറ്റവും മൂത്ത സഹോദരനായ രൂബേൻ പറഞ്ഞു, ഇവനെ കൊല്ലണ്ട, നമുക്കെന്ത് ചെയ്യാം, ഒരു പൊട്ടക്കിണറ്റിൽ ഇട്ട് കളയാം. രൂബേൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നീട് വന്ന് സഹോദരനെ രക്ഷിക്കാം. അതായിരുന്നു പ്ലാൻ. പക്ഷേ ഇതേ സമയം തന്നെ അതിലേ വരുന്ന ഇശ്മാലിയർ, മിദ്യാന്യ കച്ചവടക്കാർ, അവരെ കണ്ടപ്പോൾ യഹൂദയ്ക്ക് ഒരു ഐഡിയ. യഹൂദ മറ്റൊരു സഹോദരനാണ്. യഹൂദയ്ക്ക് ഒരു ഐഡിയ, എന്തിനാ കൊല്ലുന്നേ, നമുക്ക് ഇവനെ വിറ്റ് കളയാം. 20 വെള്ളിക്കാശിന് അവർ ഈ മിദ്യാന്റെ കച്ചവടക്കാർക്ക് ജോസഫിനെ വിറ്റു. ജോസഫിനെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ജോസഫ് അവിടെ നിന്ന് പോകുന്ന രംഗം.
തൻ്റെ സഹോദരന്മാർ തന്നെ വിറ്റപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി 17 വയസ്സുള്ള ജോസഫ് ഈ കച്ചവടക്കാരുടെ കൂടെ വേറൊരു ദേശത്തേക്ക് പോകുമ്പോൾ ആ ഹൃദയം എന്തുമാത്രം തകർന്നിരിക്കും, വേദനിച്ചിരിക്കും എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഒറ്റപ്പെടലിൻ്റെ വേദനയാണ്. തൻ്റെ സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ ജോസഫിനെ കൊണ്ട് ആ കച്ചവടക്കാർ പോയി ഈജിപ്തിലേക്കാണ്, മിസ്രൈം എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി. അവിടെ അവർ അവനെ ഒരു അടിമ കച്ചവട വ്യാപാരിക്ക്, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥനായ രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ, അകമ്പടി സേവകനായ പോത്തിഫേറിന് വിറ്റു. പോത്തിഫേർ ഈ മനുഷ്യനെ കൊണ്ട് വീട്ടിൽ പോയി. കൊണ്ടുപോയത് അടിമയായിട്ടാണെങ്കിലും അവിടെ പോയപ്പോൾ ജോസഫിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഫേവർ വളരെയധികം ആയതുകൊണ്ട് തന്നെ പോത്തിഫേറിന് മനസ്സിലായി എന്ത് ഏൽപ്പിച്ചാലും ഈ മനുഷ്യൻ ചെയ്യുന്നൊക്കെയും സക്സസ് ആവുന്നുണ്ട്, ഏറ്റവും മനോഹരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോത്തിഫേർ ഇവനെ ഭയങ്കരമായി സ്നേഹിച്ചു. വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവനെ ഏൽപ്പിച്ചു. ആരെ? ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫ് അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ജോസഫിൻ്റെ മേലുള്ള അധികമായ ദൈവിക ഫേവർ പല വ്യക്തികളെയും ഇവനെ അടുപ്പിക്കാൻ, അട്രാക്ട് ചെയ്യാൻ കാരണമായി തീർന്നു. അത്തരമൊരു കാര്യമാണ് പോത്തിഫേറിൻ്റെ വൈഫ് ഈ ജോസഫിൽ ആകൃഷ്ടയാകുകയും ജോസഫിനെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി താനുമായി ജീവിക്കാൻ, അല്ലെങ്കിൽ താനുമായി കിടക്ക പങ്കിടാനൊക്കെ ക്ഷണിക്കുകയും വളരെയധികം സെഡ്യൂസ് ചെയ്യുക മീൻസ് വളരെയധികം പ്രലോഭിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. ജോസഫ് പറയുകയാണ്, പോത്തിഫേറിന്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് എങ്ങനെ തെറ്റ് ചെയ്യും? സത്യത്തിൽ പ്രിയരെ, അത് നമ്മുടെ ലൈഫിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് പല തെറ്റുകൾ ചെയ്യുമ്പോഴും ആരെങ്കിലും കാണുമോ, ആരെന്ത് വിചാരിക്കുമോ എന്നുള്ളതിനപ്പുറം എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവത്തിന് അത് വിഷമമാകും, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ റിലേഷൻഷിപ്പ്. ഇവിടെ ജോസഫിന് അതുണ്ടായിരുന്നു. പിതാവിൻ്റെ ഹൃദയം പറഞ്ഞ ജോസഫ് പറയാണ്, ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട് തെറ്റ് ചെയ്യും? ജോസഫ് അവിടെ നിന്ന് നമുക്കറിയാം, ജോസഫിന് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിനകത്തേക്ക് പോയി. ജയിലിൽ 3 വർഷം അവിടെ കിടക്കുകയാണ്. 3 വർഷം കിടക്കുമ്പോൾ തന്നെ ഭർവോൻ, അവിടുത്തെ രാജാവായ ഭർവോൻ്റെ 2 ഉദ്യോഗസ്ഥർ, ഒരു പാനപാത്ര വാഹകനും മറ്റൊരു അപ്പക്കാരനും, അതായത് റൊട്ടി കൊടുക്കുന്ന ആളും അതുപോലെ തന്നെ മുന്തിരി ജ്യൂസ് കൊടുക്കുന്ന ആളും, ഈ 2 പേരും ഏതോ തെറ്റിന് അവർ ജയിലിലായി. അവരെയും അവിടുത്തെ കാരാഗ്രഹ പ്രമാണി ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫ് അവിടെ ചാർജിലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ 2 പേരും ഓരോ സ്വപ്നങ്ങളെ കാണുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. 2 സ്വപ്നങ്ങളെയും ജോസഫ് വ്യാഖ്യാനിക്കുകയും അത് വളരെ മനോഹരമായി അത് സംഭവിക്കുകയും ചെയ്തു. 2 കാര്യങ്ങൾ സംഭവിച്ചു. അതായത് അപ്പക്കാരനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു, തൂക്കിക്കൊന്നു. എന്നാൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ആ വ്യക്തിയോട് പറഞ്ഞു, പാനപാത്ര വാഹകനോട് പറഞ്ഞു, നീ പാനപാത്ര വാഹകനായി വീണ്ടും ജോലിയിൽ തിരികെ വരും. അതുപോലെ 3-ാം ദിവസം അത് സംഭവിച്ചു. ആ മനുഷ്യൻ തിരികെ വന്നു. പക്ഷെ ആ മനുഷ്യൻ ജോസഫിനെ മറന്നു കളഞ്ഞു. ജോസഫ് ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തില്ല. അങ്ങനെ കാലം കഴിഞ്ഞു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർവോൻ ഒരു സ്വപ്നം കണ്ടു. ഭർവോൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഭർവോന് മനസ്സിലാകുന്നില്ല. ഭർവോൻ 2 സ്വപ്നം കണ്ടു, അർത്ഥം മനസ്സിലാകുന്നില്ല. ആ സമയത്താണ് അവിടെ ആയിരിക്കുന്ന പാനപാത്ര വാഹകൻ പറയുകയാണ്, എനിക്കൊരാളെ അറിയാം, ഞാൻ ഇവിടെ വരാൻ കാരണമായി തീർന്ന, എനിക്കൊരു സ്വപ്നം വ്യാഖ്യാനിച്ച് നൽകിയ ഒരുവൻ തടവറയിൽ കിടപ്പുണ്ട്. രാജാവ് പറഞ്ഞു, അവനെ വിളിച്ചിട്ട് വാ. നമുക്കറിയാം, തടവറയിൽ കിടക്കുന്ന ആള് വളരെ മോശം ഡ്രസ്സായിരിക്കും, മോശം അവസ്ഥയിലായിരിക്കും. ഇവർ ഓടിപ്പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മനോഹരമായി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞ സ്വപ്നത്തെ ഏറ്റവും മനോഹരമായി ജോസഫ് വ്യാഖ്യാനിച്ചു. നിങ്ങൾക്കറിയാം, കഥയൊക്കെ നിങ്ങൾക്കറിയാം, ആ ഭാഗം ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിച്ചു. ആ ദേശത്ത് 7 വർഷത്തെ ഭയങ്കരമായ ഒരു ക്ഷാമം വരും. അതിന് മുൻപുള്ള 7 വർഷം ഏറ്റവും സമ്പൽ സമൃദ്ധിയിലായിരിക്കും. ആ സമയത്ത് ആവശ്യമായ ഗ്രെയിൻസ്, ആവശ്യമായ ധാന്യം മുഴുവൻ സ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നു. ഈ സമയത്ത് രാജാവ് പറയുന്നു, അതിന് പറ്റിയ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെങ്കിൽ അത് താങ്കൾ തന്നെയാണ്. അങ്ങനെ രാജാവ് ഭർവോ ജോസഫിനെ ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ പൊസിഷൻ, അതായത് രാജാവ് ഒരു സിംഹാസനം കൊണ്ട് മാത്രം രാജാവ് അധികാരം മുഴുവൻ തൻ്റെ മുദ്രമോതിരം ഒക്കെ ഊരി ആരേൽപ്പിച്ചു? ജോസഫിനെ ഏൽപ്പിച്ചു. എന്ന് 2ാം സ്ഥാനമാക്കി എല്ലാ അധികാരവും എക്സസൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വാക്കിനനുസരിച്ചിട്ടല്ലാതെ ഈ രാജ്യത്ത് ഒരു കൈയും അനങ്ങത്തില്ല, ഒരു ഇലയും അനങ്ങത്തില്ല എന്ന് വെച്ചാൽ അത്രമാത്രം അധികാരം കൊടുത്ത് ആരേൽപ്പിച്ചു? ജോസഫിനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുന്നു. നമുക്കറിയാം, ആ ദേശത്ത്
ജോസഫിനെ ആ ദേശം എല്ലാവർക്കും ഇഷ്ടമാണ്, രാജാവിന് ഭയങ്കര ഇഷ്ടമാണ്. രാജാവ് പുതിയ പേര് കൊടുത്തു. കാരണം ജോസഫിന്റെ പേര് ഒരു എബ്രായ പേരാണല്ലോ. അവിടെ പോയപ്പോഴേക്ക് രാജാവ് പറഞ്ഞു, നിനക്ക് ഞാനൊരു പുതിയ പേരിടുകയാണ്. ഈജിപ്ഷ്യൻ നൈം, അവിടുത്തെ ഈജിപ്തിലെ പേര് കൊടുത്തു സാപ്നത്ത് പനേഹ്. നമ്മൾ അതിലേക്ക് ഇടയിൽ വരും. സാപ്നത്ത് പനേഹ് എന്ന് പറയുന്ന ഒരു പേര് ആർക്ക് കൊടുത്തു? ജോസഫിന് കൊടുത്തു. ഓക്കെ. അതിനുശേഷം ജോസഫിനൊരു ഭാര്യയായി അവിടുത്തെ പുരോഹിതന്റെ മകളെ കൊടുത്തു. പുരോഹിതന്റെ മകളെ ജോസഫിന് ഭാര്യയായി കൊടുത്തു. ഈ ഭാര്യയുടെ പേര് ആസ്നത്താണ്. ആസ്നത്ത് ഡീറ്റെയിൽ ഒന്നും ചിന്തിക്കേണ്ട. ആസ്നത്തിനെ ഭാര്യയായി കൊടുത്തു. ഇവർക്ക് 2 മക്കളുണ്ടായി. ഒരാളുടെ പേര് എഫ്രൈം, മറ്റൊരാളുടെ പേര് മനശ്ശെ. മൂത്ത ആളുടെ പേര് മനശ്ശെ, രണ്ടാമത്തെ ആളുടെ പേര് എഫ്രൈം. ഞാൻ ആ കഥയുടെ ആ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ നൽകുകയാണ്. ഇതേ സമയം തന്നെ ആ ക്ഷാമം അതുപോലെ സംഭവിച്ചു. നമുക്കറിയാം, കനാൻ ദേശം ഉൾപ്പെടെ എല്ലാ ദേശത്തും ഭയങ്കരമായ ക്ഷാമം. എന്നാൽ ഈജിപ്തിൽ മാത്രം, മിസ്രൈം ദേശത്ത് എന്തുകൊണ്ട് ഭയങ്കരമായ സമൃദ്ധി? അവിടെ വാഴുന്നത് ജോസഫാണ്. ജോസഫ് അവിടെ വാഴുന്നതുകൊണ്ട് തന്നെ അവിടെ സമൃദ്ധിയാണ്, സമ്പൽ സമൃദ്ധി. അനേകം ആളുകൾ അവിടെ വന്ന് ധാന്യം കൈക്കൊള്ളുവാൻ വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ജോസഫിൻ്റെ സഹോദരങ്ങളും വന്നു. പിന്നെ നമുക്ക് കഥ അറിയാം. സഹോദരങ്ങൾ മാത്രമല്ല, അപ്പനും അമ്മയും ഒക്കെ വന്ന് ജോസഫിന് മുമ്പിൽ നമസ്കരിച്ചു. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും. ദൈവം പറഞ്ഞു 11 സ്റ്റാഴ്സും സൂര്യനും ചന്ദ്രനും നിന്നെ നമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പൊട്ടക്കിണറുണ്ടാവാം, പ്രശ്നമുണ്ടാവാം, എന്ത് തന്നെ ആയാലും ഇറ്റ് വിൽ കം ടു പാസ്. ഹല്ലേലൂയ. അത് സംഭവിച്ച് മതിയാകത്തുള്ളൂ. അതിന് മാറ്റമില്ല. യെശയ്യാവ് 40:8 പറയും, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്ന് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതൊറ്റ ദിവസം കൊണ്ട് അങ്ങ് സംഭവിച്ചോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ സംഭവിച്ചോ അറിയത്തില്ല, അത് സംഭവിക്കും. അതിനിടയിൽ ചിലപ്പോൾ ചില കുഴികളുണ്ടാവാം, ചില ഇല്ലാത്ത തെറ്റുകളുടെ മേൽ ആരോപിക്കപ്പെട്ടേക്കാം. ഒരിക്കലും ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ആരോടും പക വച്ചിരിക്കരുത്, ആരോടും ദേഷ്യം വച്ചിരിക്കരുത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജോസഫ്. ജോസഫിന് ഒത്തിരി പ്രാവശ്യം അവരോടെല്ലാം മോശമായി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കളും സഹോദരങ്ങളും തൻ്റെ അടുക്കൽ വന്ന് അവർ കുമ്പിടുമ്പോൾ, അവർ ക്ഷമ ചോദിക്കുമ്പോൾ ജോസഫ് പറയുകയാണ്, നിങ്ങൾ മോശമായ കാര്യം നിരൂപിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിനെ നന്മയ്ക്കാക്കി മാറ്റി. ഹല്ലേലൂയ. മനുഷ്യർ ദോഷമായി നിരൂപിച്ചു. അവർക്ക് പിന്നാമ്പുറ സ്റ്റോറി അറിയത്തില്ലായിരുന്നു. അവർ അത് അറിഞ്ഞിട്ടല്ല ചെയ്തത്, പക്ഷെ അവർ ചെയ്തതിനെ സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഹല്ലേലൂയ. ഇനി റിയൽ സ്റ്റോറിയിലേക്ക് വരാൻ പോവാണ്. കഥ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. എൻ്റെ ലാസ്റ്റ് ഒരു പാർട്ടുണ്ട്, അത് പറഞ്ഞിട്ട് സ്റ്റോറിയിലേക്ക് പോവാം. ഇവർ 2 മക്കളുണ്ടല്ലോ. മൂത്തയാള് മനശ്ശെ, രണ്ടാമത്തെ ആള് എഫ്രൈം. മനശ്ശെ എന്ന വാക്കിനർത്ഥം പഴയതെല്ലാം മറക്കുമാറാക്കി എന്നാണ് അർത്ഥം. മനശ്ശെ പഴയതെല്ലാം മറക്കുമാറാക്കി. എഫ്രൈം എന്ന വാക്കിനർത്ഥം എന്ന് വെച്ചാൽ ഫ്രൂട്ട്ഫുൾ എന്നാണ്. ഫ്രൂട്ട്ഫുൾ എന്ന മലയാളം എന്താണ്? കേട്ടില്ല? ഫലപുഷ്ടി. ഓക്കെ, അങ്ങനെ പറയാം. സമൃദ്ധി ആയിക്കോട്ടെ, സന്താന പുഷ്ടി എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലെ ഫ്രൂട്ട്ഫുൾ ആവുക എന്ന് വെച്ചാൽ അടുത്ത തലമുറ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. എന്തിനായിക്കോട്ടെ, അത്തരത്തിലൊരു പേരാണ് എഫ്രൈം എന്ന വാക്കിനർത്ഥം. ഓക്കെ, 2 മക്കൾ. അവസാന കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് ഇവിടെ താമസിക്കുമ്പോൾ ജോസഫിന്റെ പിതാവായ യാക്കോബ്, തനിക്ക് 12 മക്കളാണല്ലോ, അവരുടെ മുന്നിൽ വെച്ചിട്ട് യാക്കോബ് പറയുന്നുണ്ട്, ജോസഫോട് പറയുന്നു, ജോസഫേ, ഞാൻ ഈ മിസ്രൈം ദേശത്ത് വരുന്നതിന് മുമ്പ് നിനക്കുണ്ടായ 2 മക്കളാകുന്ന മനശ്ശെയെയും എഫ്രൈമിനെയും വിളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ പോലെ, എൻ്റെ 12 മക്കളെ പോലെ നിന്റെ ഈ 2 മക്കളെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു, ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിനെ കൂടി എൻ്റെ ഭവനത്തിൻ്റെ മക്കളായി, എൻ്റെ മക്കളാക്കി ഞാൻ അവരെയും കൂടി ചേർത്ത് പിടിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് ജോസഫിൻ 2 മക്കളെയും തൻ്റെ 12 മക്കളുടെ പേരിന്റെ കൂടെ കൂട്ടി 14 ചേർത്ത് പിടിച്ചിട്ട് അവരെ ബ്ലസ് ചെയ്യാനുള്ള ഒരുക്കം തുടങ്ങി. അപ്പോൾ ബ്ലസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പഴയകാലത്ത് ആദ്യജാതൻ എന്ന് പറയുന്നത് അപ്പൻ്റെ അധികാരം എക്സസൈസ് ചെയ്യുന്ന ആദ്യജാതനാണ്. ആദ്യജാതന് ഡബിൾ പോർഷൻ അനുഗ്രഹങ്ങളാണ്. തൻ്റെ എല്ലാ അനുഗ്രഹത്തിലും ഡബിൾ പോർഷൻ ആദ്യജാതന് കിട്ടും. അപ്പൻ്റെ അധികാരമൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള ഏറ്റവും പരമപ്രധാനമായ അധികാരമെല്ലാം കിട്ടുന്നത് മൂത്ത മകനാണ്, അതായത് മനാശയ്ക്കാണ്. അപ്പൊ മനാശ നിൽക്കുന്നു, എഫ്രൈം നിൽപ്പുണ്ട്. വലത് കരം വയ്ക്കുന്നത് എപ്പോഴും മൂത്ത പുത്രന്റെ മേലായിരിക്കും, ഇടത് കരം വയ്ക്കുന്നത് 2ാമത്തെ ആളിലായിരിക്കും. അപ്പോൾ യാക്കോബ്
ഇങ്ങനെ നിൽക്കുന്നു. യാക്കോബ് എന്നിട്ട് എന്ത് ചെയ്തു? അനുഗ്രഹിച്ചത് വലത് സൈഡിൽ കൊണ്ട് ജോസഫ് ആരെ നിർത്തി? മനശ്ശയെ നിർത്തി. ഇടത് സൈഡിൽ എഫ്രൈമിനെ നിർത്തി. യാക്കോബ് എങ്ങനെ അനുഗ്രഹിച്ചു? ഇങ്ങനെ അനുഗ്രഹിച്ചു. അപ്പൊ വലത് കൈ എവിടെ വന്നു? പറ. എഫ്രൈമിന്റെ മേൽ വന്നു. ഇടത് കൈ മനാശയുടെ മേൽ വന്നു. ആദ്യജാതനായ മനാശയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹം മുഴുവൻ ആർക്ക് വെച്ചു? എഫ്രൈമിന്റെ മേൽ വെച്ചു. എഫ്രൈമിന്റെ അനുഗ്രഹം മനാശയുടെ മേൽ വെച്ചു. സ്റ്റോറീസ് ഓക്കെ. ഇനി നമ്മൾ കഥയിലേക്ക് വരാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു യേശു കഥാവിനെയും യേശുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് നൽകിയ സ്വർഗീയ പിതാവിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും. ഇവിടെ നോക്കി ആദ്യത്തെ സ്റ്റോറി നമുക്ക് ആരംഭിച്ച് നോക്കാം. ജോസഫ് അപ്പന്റെ ഏറ്റവും പൊന്നോമന പുത്രൻ. യേശു സ്വർഗീയ പിതാവിന്റെ ഏറ്റവും പൊന്നോമന പുത്രനായി തൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് യേശു കഥാവ്. ഹല്ലേലൂയ. ആ യേശു ആ സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചു. എവിടേക്ക് അയച്ചു? സഹോദരങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. യഹൂദന്മാരായ തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക്, തൻ്റെ സ്വന്തം ജനത്തിലേക്ക് ദൈവം അവനെ അയച്ചു. ഈ ലോകത്തിലേക്ക് വരുന്ന സ്വർഗീയ അപ്പമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ജോസഫ് അതുപോലെ തൻ്റെ സഹോദരങ്ങൾക്ക് അപ്പവുമായി കടന്നു ചെന്നു. ഹല്ലേലൂയ. തൻ്റെ സ്വന്തക്കാരായ തൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ അടുത്തേക്ക് അപ്പവുമായി, ഫുഡുമായി ആര് പോകുന്നു? ജോസഫ് പോകുന്നു. ദൂരെ നിന്ന് കണ്ടു. കണ്ടപ്പോഴോ അവരവനെ കണ്ടു, പക്ഷെ അവർ അംഗീകരിച്ചില്ല. അവരവനെ തള്ളിക്കളഞ്ഞു. അവർക്ക് അവനെ വേണ്ടാന്ന് പറഞ്ഞു. അവർ കൊല്ലുവാനായി വട്ടം കൂട്ടി. യഹൂദന്മാർ അങ്ങനെയാണ്. യേശു പറഞ്ഞു, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർക്ക് എന്നെ വേണ്ടായിരുന്നു. അവരെന്നെ തള്ളിക്കളഞ്ഞു. അവർക്ക് എന്നെ വേണ്ട. അവർ കൊല്ലുവാനായി ആലോചിച്ചു. യേശു അതുപോലെ ആ യഹൂദന്മാരുടെ അടുക്കിലേക്ക് വന്നു, സഹോദരങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമായ യേശു വന്നു. സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ കൊല്ലണം, ഇവനെ വേണ്ട, ഇവനെ തള്ളിക്കളഞ്ഞു. അങ്ങനെ സഹോദരൻ അവനെ തള്ളിക്കളഞ്ഞു. എന്നാലോ അവിടെ ജോസഫിനെ 20 വെള്ളിക്കാശിന് യഹൂദ വിറ്റു. ഇവിടെയോ യേശുവിനെ 30 വെള്ളിക്കാശിന് യൂദാസ് വിറ്റു. രണ്ടിനെയും പേര് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, സെയിം നൈമാണ്. ഇവിടെയും യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു, അവിടെ 20 വെള്ളിക്കാശിന് വിറ്റു. ഹല്ലേലൂയ. വിറ്റ് കഴിഞ്ഞിട്ടോ അവരെ കൊണ്ടുപോയതോ വേറൊരു ദേശത്തേക്ക്, വേറൊരു അത് പറയാ ദൈവത്തെ അറിയാത്തൊരു ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. യേശുവിനെയും അങ്ങനെയല്ലേ റോമൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് അവർ കൊണ്ട് തള്ളിക്കൊടുത്തു. അവർക്ക് ഉപദ്രവിക്കുവാനായി കൊണ്ട് വിട്ടുകൊടുത്തു. ഇവിടെയോ ജോസഫ് 3 വർഷക്കാലം ആ തടവറയിൽ എന്തിനു വേണ്ടി കിടന്നു? താൻ ചെയ്ത കുറ്റത്തിനാണോ? ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു തെറ്റും ചെയ്യാതെ ആ തടവറയിൽ 3 വർഷം കിടന്നപ്പോൾ യേശു 3 ദിവസം ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ആ പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നു. അവൻ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നു. 3 ദിവസം അതിനകത്തേക്ക് അവൻ പോയി. ഹല്ലേലൂയ. തെറ്റ് ചെയ്തിട്ടാണോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരോപിക്കപ്പെട്ടതേ ഉള്ളൂ. കുറ്റം ആരോപിച്ച് അതിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. 3 ദിവസം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ ജോസഫ് എവിടെ കയറി ചെന്നു? രാജാവിൻ്റെ അടുക്കിലേക്ക്. രാജാവിൻ്റെ അടുക്കിൽ പോയിട്ട് എവിടെ ഇരുന്നു? വലത് ഭാഗത്ത് ഇരുന്നു. എങ്ങനെ ഇരുന്നു? രാജാവിന് മുഴുവൻ അധികാരമുള്ളവനായി ആ രാജാവിന്റെ അടുക്കൽ പോയി ജോസഫ് ഇരുന്നു. ജോസഫിനോട് പറഞ്ഞു, സകല അധികാരം നിനക്കാണ്. ഈ രാജ്യത്തിലുള്ള സകലരും നിന്റെ മുമ്പിൽ മുട്ടുകുത്തും, സകലരും നിന്റെ മുമ്പിൽ മുട്ടുകുത്തും എന്ന് പറഞ്ഞ് ജോസഫിനോട് പറഞ്ഞപ്പോൾ യേശു ഉയർത്തിനേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് കയറി ചെന്നു. രാജാതിരാജാവായ സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് യേശു കയറി ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, വലത്ത് ഭാഗത്ത് ഇരിക്കാം, ഇനി ഞാനല്ല നീ വാഴണം. എൻ്റെ അധികാരം മുഴുവൻ നിനക്കാണ്, എൻ്റെ അധികാരം മുഴുവൻ നിന്നിലേക്ക് ഞാൻ പകർന്നിരിക്കുന്നു, നീ വാഴുക. എല്ലാം മുഴങ്കാലും നിന്റെ നാമത്തിന്റെ മുന്നിൽ മടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഭാഷ ചാല. ഇവിടെ നോക്കിയേ, യേശു സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പിതാവ് സിംഹാസനം കൊണ്ട് മാത്രം വാഴ്ച നടത്തുന്നെങ്കിൽ പുത്രന് സകല അധികാരവും നൽകിയിരിക്കുന്നു. സകല അധികാരവും പുത്രന് നൽകി. ഇവിടെ ജോസഫിന് സകല അധികാരവും രാജാവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വാഴ്ച നടക്കുകയാണ്. അവിടെ ജോസഫ് പോയി ജോസഫിന് ഒരു പേര് കൊടുത്തു. അവിടെ എന്നാ പേര് കൊടുത്തേ? സാപ്നത്ത് പനേഹ്. എന്തെന്നറിയോ വാക്കിനർത്ഥം? സാപ്നത്ത് പനേഹ് എന്ന് വെച്ചാൽ എബ്രായ ഭാഷയിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്നർത്ഥം. എന്നാൽ ഈജിപ്ഷ്യൻ ഭാഷയിൽ അതിന്റെ അർത്ഥം സേവിയർ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ആരാണ് ലോകരക്ഷകൻ? യേശു. യേശു എന്ന അതേ പേര് തന്നെയാണ് അന്ന് ജോസഫിന് അവിടുത്തെ ദൈവത്തെ അറിയാത്തവൻ കൊടുത്ത പേര്, ലോകത്തിന്റെ രക്ഷകൻ, ദ സേവിയർ ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവൻ പറയുന്നു യേശു ലോക രക്ഷകൻ. സാപ്നത്ത് പനേഹ് ലോകത്തിന്റെ രക്ഷകനാണ്. അവിടെ പോയി ജോസഫ് ഒരു ദൈവത്തെ അറിയാത്തൊരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്തുകൊണ്ട്? തൻ്റെ സ്വന്തക്കാർ അവനെ തള്ളി, സ്വന്തക്കാർ അവനെ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവനും ജാതീയ സ്ത്രീയായ ഈജിപ്തിലുള്ള ഈ പറഞ്ഞ പേര്, ഞാൻ പറഞ്ഞ പേര് വിട്ടുപോയല്ലോ, ആസ്നത്ത്
ഈജിപ്തിലുള്ള ആസ്നത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയെ പോയി വിവാഹം കഴിച്ചു. ആസ്നത്ത് എന്ന വാക്കിനർത്ഥം ഷീ ബിലോങ് ടു ദ ഫാദർ എന്നാണ്. പിതാവിനുള്ളവളെങ്കിലും അവൾ പിതാവിൽ നിന്ന് അകന്ന് വേറൊരു രാജ്യത്തിലായിരുന്നെങ്കിൽ പിതാവിനുള്ളവളായിരുന്നു. അവളെ പോയി ജോസഫ് വിവാഹം കഴിച്ചു. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരോ അവനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാർ തള്ളിക്കളഞ്ഞപ്പോൾ യേശു ജാതികളായ നമ്മെ തൻ്റെ മണവാട്ടിയായി വിവാഹം കഴിച്ചു. നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറി. നമ്മളെ യേശു വിവാഹം കഴിച്ചു. എങ്ങനെ? നാം പിതാവിനുള്ളവരായതുകൊണ്ട്. നമ്മൾ പിതാവിനുള്ളവരാണ്, പക്ഷേ പിതാവിൽ നിന്ന് മാറ്റപ്പെട്ട് അകന്നിരുന്നവരായിരുന്നു. ആ യേശു നമ്മെ ഒന്ന് വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. അങ്ങനെ 2 മക്കളുണ്ടായി. ഏതാ 2 മക്കൾ? ഒന്ന് മനാശെ, മറ്റൊന്ന് എഫ്രയീം. എഫ്രയീം 2ാം മകനാണ്, മൂത്തയാൾ മനാശെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സഭയാകുന്ന നമ്മളിലൂടെ ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, ചെറുമക്കളില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മക്കളേ ഉള്ളൂ, ചെറുമക്കളില്ല. ദൈവം ഒരിക്കലും അപ്പൂപ്പനാവത്തില്ല. ഓക്കെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് യേശുവാണ്. ഫസ്റ്റ് ബോൺ, മരിച്ചവരിൽ നിന്നും ആദ്യജാതൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. കാരണം കൊരിന്ത്യരിൽ പറയുകയാണ്, മരിച്ചവരിൽ നിന്നും ആദ്യജാതനായ യേശു. പല ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയും യേശു ഫസ്റ്റ് ഫ്രൂട്ടാണ്, ഫസ്റ്റ് ഫ്രൂട്ട്. ഓക്കെ, ഇവിടെ ജോസഫിന് ആദ്യമുണ്ടായ മകൻ മനാശെ, 2ാമത്തെ ആള് എഫ്രയീം. ഓക്കെ, 2 പേര് വാ, പൊക്കമുള്ള വാ, നീ വാ, പൊക്കം കുറഞ്ഞു വരുന്നായി വാ. ഒരു ജസ്റ്റ് ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വാ, ഇവിടെ നിൽക്കി, ഇങ്ങനെ. ഓക്കെ, യാക്കോബ് ജോസഫിന്റെ മക്കൾ അനുഗ്രഹിക്കാൻ വിളിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിച്ചെന്ന് അറിയാവോ? ഇത് മനശ്ശെ, ഇത് എഫ്രയീം. ഓക്കെ, അപ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ അനുഗ്രഹത്തിനും യോഗ്യനായ മൂത്ത മകനാണിത്. എന്തുകൊണ്ടും ജന്മം കൊണ്ടും മൂത്ത മകനാണ് എല്ലാ അനുഗ്രഹത്തിനും യോഗ്യൻ. ഡബിൾ പോർഷന് പിതാവിൻ്റെ അധികാരം മുഴുവൻ ഉപയോഗിക്കാൻ അർഹതയുള്ളവനാണ് മനാശെ. പക്ഷേ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിച്ചു. താഴെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ഓക്കെ, എങ്ങനെ അനുഗ്രഹിച്ചു? ഇങ്ങനെ അനുഗ്രഹിച്ചു അല്ലേ? ഇങ്ങനെ അനുഗ്രഹിച്ചപ്പോ ഫസ്റ്റ് ഫ്രൂട്ടായ മനാശയ്ക്ക് പകരം എല്ലാ അനുഗ്രഹം എഫ്രൈമിലേക്ക് വന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു മാത്രമാണ് സകല അനുഗ്രഹങ്ങൾക്ക് യോഗ്യൻ. അവൻ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ പിതാവ് പറയുകയാണ്, എൻ്റെ മകൻ്റെ ആദ്യജാതന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ എഫ്രൈം ആകുന്ന 2ാം ഫ്രൂട്ടാകുന്ന നമ്മളിലേക്ക്, ചർച്ചിലേക്ക്, ഈ സഭയിലേക്ക്, നാം ഓരോരുത്തരിലേക്കും ദൈവം ഇമ്പാർട്ട് ചെയ്തതാണ്. എന്ന് വെച്ചാൽ അതിന് കാരണമായി തീർന്നത് എന്താണെന്ന് അറിയാവോ? കണ്ടോ? ആ ക്രൂശാണ് നമ്മളെ ഇങ്ങനെ മാറ്റിയത്, എക്സ്ചേഞ്ച് നടത്തിയത്. ആ കൈ പിണച്ചു വെച്ചത്, ഒരു ക്രൂശ് പോലെ പിണച്ചു വെച്ചത്, അന്ന് യാക്കോബ് പിണച്ച ക്രൂശാണ് ആ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് അനുഗ്രഹം എന്നതിന്റെ സിമ്പല്. നമുക്ക് അനുഗ്രഹം വരാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് ഫ്രൂട്ട് ആയതുകൊണ്ടല്ല, ഫസ്റ്റ് ഫ്രൂട്ട് ജീസസ്, യേശു ക്രിസ്തു. പിതാവിന്റെ സകല അനുഗ്രഹങ്ങൾക്കും എല്ലാ ബ്ലെസ്സിങ്സിന് കാരണമായിരിക്കുന്ന അല്ലെങ്കിൽ യോഗ്യനായിരുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. ജോസഫ് ഇത് കണ്ടുകൊണ്ടിരുന്നു. ജോസഫ് വിചാരിച്ചു പിതാവിന് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് മാറിപ്പോയതാണെന്ന്. മാറിപ്പോയതല്ല മോനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ ബ്ലെസ് ചെയ്തതാണെന്ന് പിതാവ് പറഞ്ഞു. എങ്ങനെ? യേശുവിന്റെ സകല അനുഗ്രഹങ്ങളും കാൽവരി ക്രൂസിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്നു. നമ്മുടെ ചരിത്രം മാറ്റിയ ക്രൂശാണ്. ക്രൂശ് ഒരു വലിയ എക്സ്ചേഞ്ച് നടന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. അവനെ പാപമാക്കിയത് നമ്മെ ദൈവത്തിന് നീതിയാക്കുവാൻ ഒരു ഷിഫ്റ്റിംഗ് നടന്നു. കണ്ടോ? ഒരു എക്സ്ചേഞ്ച് നടന്നു. നമ്മൾ എന്തെങ്കിലും നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ട് നീതിയായതല്ല, അവൻ പാപമാക്കി നമ്മെ നീതിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് കണ്ടില്ലേ? ഒരു ക്രോസ് പോലെ ആ ഒരു എക്സ്ചേഞ്ച് സംഭവിച്ചു. എന്താണ്? ഫസ്റ്റ് ഫ്രൂട്ട് ആയിരിക്കുന്ന മനാശയ്ക്ക് വരേണ്ട, യേശുവിന് വരേണ്ട ആ മുഴുവൻ എനിക്ക്. അതുകൊണ്ട് യേശു പറഞ്ഞു, പിതാവ് സകല അനുഗ്രഹങ്ങളും സകല അധികാരങ്ങളും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പക്ഷെ ഞാനോ നിങ്ങളിലേക്ക് നൽകുകയാണ്. ആകയാൽ നിങ്ങൾ പോയി, ഹല്ലേലൂയ, നിങ്ങൾ പോയി എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കണം. സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു. ഞാനത് നിങ്ങൾക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ സകല അനുഗ്രഹങ്ങളും ഫസ്റ്റ് ബോൺ. വി ആർ ദ
എന്ന് പറയാ, യേശുവിന് ശേഷമുള്ള ജനറേഷനാണ് നമ്മളെങ്കിലും, സെക്കൻഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ അത് ഫസ്റ്റ് ഫ്രൂട്ടിൻ്റെ അതേ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് യേശുവിലൂടെ വന്നു ചേരും. ഡബിൾ പോർഷൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുകയാണ്. ഞാനിത് ആലോചിക്കുകയാണ്. ഈ സമയത്താണ് യോഹന്നാൻ 3:16 പറയുകയാണ്. എന്താ 3:16? തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്താണ്? ലോകത്തെ അത്രമേലും സ്നേഹിച്ചു, ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അന്ന് അവിടെ യാക്കോബ് തൻ്റെ മകൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് മകനെ അയച്ചപ്പോൾ, ഇവിടെ ഈ സ്വർഗീയ പിതാവ് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പ്രാണവേദനയോട് തന്നെ നമ്മുടെ ഇടയിലേക്ക് ആ യേശുവിനെ അയച്ചു. ഹല്ലേലൂയ. അവിടെ യാക്കോബ് ജോസഫിന്റെ അങ്കി കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ജോസഫിന്റെ അങ്കി അവരെന്ത് ചെയ്തു? എടുത്ത് ബ്ലഡിൽ മുക്കി കൊണ്ട് കാണിച്ചു. യാക്കോബ് പറയാണ്, ഞാനിപ്പോൾ അത് ഓർക്കുന്നു, ഇത് എൻ്റെ മകൻ്റെ അങ്കിയാണ്. ഞാൻ അവൻ്റെ ഈ അങ്കി കാണുമ്പോൾ ഞാൻ എന്നെ ഓർക്കുകയാണ്, ഇതെൻ്റെ മകൻ്റെ തന്നെ ഞാൻ തിരിച്ചറിയുന്നു. ഞാനിനി ശവക്കുഴിയിലേക്ക് പോകുന്നവരെയും ഈ വേദന എന്നെ പിന്തുടരുമെന്ന് അന്ന് യാക്കോബ് പറയുകയാണ്. ഇവിടെയോ സ്വർഗീയ പിതാവ് എത്രയോ വേദനയോടെ തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വേദന ഉണ്ടായിട്ടും തൻ്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു ആ ജോസഫിന് കൊടുത്തിരുന്ന ഒരു അങ്കിയെക്കുറിച്ച്. കെറ്റനോട്ട് എന്ന് പറയുന്ന ആ വാക്ക്, കെത്തനറ്റ് എന്ന് പറയുന്ന ആ വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്, ബൈബിളിൽ ആദ്യമായി ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതായത് ആദം ഹവയും പാപം ചെയ്ത് തങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്നപ്പോൾ, അവർക്ക് ദൈവസേന വരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം അവർക്കൊരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. ആ അങ്കിയാണ് ഈ പറഞ്ഞ കെത്തനോട്ട്. അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ ഒരു വസ്ത്രമാണ്. ഹല്ലേലൂയ. ആ വസ്ത്രം എങ്ങനെയാണെന്ന് അറിയാവോ? അന്ന് ആ യാക്കോബിന്റെ കയ്യിലേക്ക് ബ്ലഡിൽ മുക്കി എത്തിയപ്പോൾ തൻ്റെ മകൻ്റെ തിരിച്ചറിഞ്ഞ അതേ വസ്ത്രം. നമുക്കറിയാം, യേശുവിനെ ക്രൂശിക്കാനെ കൊണ്ടുപോകുമ്പോൾ ഒരു അങ്കി ഉണ്ടായിരുന്നു യേശുവിൻ്റെ കയ്യിലേക്ക്. അത് ഇതേ വാക്കാണ്, കെറ്റനറ്റ് എന്ന് പറയുന്നത്. ഈ വാക്ക് ഉപയോഗിച്ചിരുന്ന ആ അങ്കി അവർ ചീട്ടിട്ടെടുത്തു എന്ന് പറയുന്നു. കാരണം അത്രയ്ക്ക് മേൽത്തരമായതാണ്, ഭയങ്കര വില കൂടിയ ഒന്നാണ്. ആ അങ്കിക്ക് യോഗ്യനായിരുന്ന ഒരുവൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ജോസഫ്. എന്തുകൊണ്ട്? പിതാവ് അത്രമധികം സ്നേഹിച്ചു, അവൻ അത്രയും ക്വാളിറ്റി ഉള്ളവനായിരുന്നു. ആ അങ്കിക്ക് ഇന്ന് യോഗ്യൻ യേശു മാത്രമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തം നിറഞ്ഞ ആ അങ്കി ഇന്ന് പിതാവ് നമുക്ക് നൽകിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത് ധരിക്കുക. ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ മകനെ ഓർക്കുന്നു, അവൻ്റെ സാക്രിഫൈസിനെ ഓർക്കുന്നു. ഇന്ന് നിങ്ങൾ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ഈ ലോകപരമായ പാപത്തിൻ്റെ അവസ്ഥയല്ല കടന്നു ചെല്ലുന്നത്, നിങ്ങൾ ആ മേൽത്തരമായ അങ്കി ധരിച്ചാണ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം കാണുന്നത്, ദൈവം മേൽത്തരമായ അങ്കി നിങ്ങളെ ധരിപ്പിച്ചാണ്, ആ വിവാഹ വസ്ത്രം ധരിപ്പിച്ചാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളല്ല, നിങ്ങളെ കറപുരണ്ട തുണി പോലുള്ള പ്രവൃത്തികളല്ല. യേശുവിൻ്റെ രക്തം നമ്മെ കഴുകി ഏറ്റവും മനോഹരമായി വെടിപ്പാക്കിയിരിക്കുന്നു. ധൈര്യത്തോടെ പിതാവിനോട് കടന്നു ചെല്ലാൻ. നിങ്ങൾ പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമുള്ള വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു രാജകീയ വസ്ത്രമാണ്. ഒരു രാജകീയ വസ്ത്രം നിങ്ങളെ ദൈവം അണിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മിടുക്കല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അത് ദാനമാണ്. നമ്മുടെ നീതി പ്രവൃത്തിയല്ല, അവൻ നമ്മെ അണിയിച്ചിരിക്കുന്ന അവൻ്റെ നീതി. ഹല്ലേലൂയ. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കി ദൈവത്തിൻ്റെ നീതി നമുക്ക് നൽകി. ഹല്ലേലൂയ. ഇന്ന് ആ അങ്കി ധരിച്ച് നമ്മൾ പോകുമ്പോൾ, നമുക്ക് പുറത്തു പോകുമ്പോൾ നമുക്കൊരു ഒരു ബോധ്യമുണ്ടാകുക, ആ സ്വർഗീയ അങ്കി, ആ റോയൽ പ്രീസ്റ്റ്ഹുഡിലാണ് നമ്മൾ ആയിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമാണ് നാം. ആ തിരിച്ചറിവോടെ പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫ് അത്ഭുതമായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കത്തില്ല, നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. സ്വർഗത്തിലെ ദൈവം നമ്മെ അത് അണിയിച്ചിരിക്കുകയാണ്. നമ്മെ സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെ? ക്രൂസിലൂടെ ആ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ബോണിൻ്റെ, ആദ്യജാതൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലൂടെ നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. വി ആർ ദ എഫ്രൈംസ്. ഇന്ന് നമ്മളാണ് ആ എഫ്രൈം ജനറേഷൻ. നമ്മിലേക്ക് സ്വർഗം ആ അനുഗ്രഹം മുഴുവൻ വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോസഫിൻ്റെ ലൈഫിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പിതാവ് പുത്രനെ എത്രമാത്രം സ്നേഹിച്ചു, ആ പുത്രനെ തരുവാൻ തക്കോണം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു.
ഹല്ലേലൂയ. ആ പിതാവിൻ്റെ ഹൃദയത്തെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. അത്രമാത്രം സ്നേഹിച്ച ഒരു പിതാവ് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് ജാതികളായിരുന്ന നമ്മെ തൻ്റെ സ്വന്തമാക്കി മാറ്റി, തൻ്റെതാക്കി മാറ്റി, സകല അധികാരങ്ങളും നൽകി ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഉയർന്ന ജാതിയാക്കി, സ്വന്തം ജനമാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും വിളിച്ചോകുന്ന ഒറ്റ കാര്യത്തിലേക്കാണ് യേശു ഈ ലോകത്തിൻ്റെ രക്ഷകൻ. അവൻ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും ദൈവത്തിൻ്റെ ഭയങ്കരമായ സ്നേഹത്തെക്കുറിച്ചുമാണ് പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ച് നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെ ഒരിടത്തും പിതാവിൻ്റെ കോപവും ക്രോധവും അല്ല കാണുന്നത്, പിതാവിൻ്റെ സ്നേഹത്തെയാണ്. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ, നമ്മുടെ അടുത്തേക്ക് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് നമ്മെ വിധിപ്പാനല്ല, നമ്മെ രക്ഷിപ്പാനത്രേ. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ സ്നേഹം എത്രയോ വലുത്. അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ മകനെ നൽകുവാൻ നാം എന്ത് ചെയ്യും, നാം ആ മകനെ എന്ത് ഉപദ്രവിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി നൽകുവാൻ ആ സ്നേഹം എത്ര വലുത്. ഹല്ലേലൂയ. സാപ്നത് പനേഹ്, ഈ ലോകത്തിൻ്റെ രക്ഷകൻ, അതാണ് യേശു കഥാവ്. ജോസഫ് അതിൻ്റെ ഒരു സിമ്പൽ മാത്രമായിരുന്നു. എനിക്ക് ഇതിൽ നിന്ന് ഈ കഥയ്ക്കകത്ത് ഒത്തിരി ഇനി പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുക, അത് വെളിപ്പെടുത്തി നൽകട്ടെ. ഓരോരോ കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവരി ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ നോക്കി അറിയാൻ പറ്റും. അവിടെ എല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം യേശുവിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യേശുവിന് സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് അവിടെയും കാണുവാനായി കഴിയും. ഹല്ലേലൂയ. പിതാവ് സ്നേഹിച്ചു, പിതാവ് എന്തൊക്കെ ചെയ്തു, പിതാവ് എങ്ങനെയാണ് ആ മകനെ കണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് കാണുവാനായി കഴിയും. പക്ഷേ ആ മകൻ തൻ്റെ സഹോദരനെ എങ്ങനെ സ്നേഹിച്ചു, തന്നോട് ചെയ്ത ഒന്നും കണക്കിടാതെ അവർ ചെയ്തൊക്കെയും ക്ഷമിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി അറിയില്ലായിരുന്നോ, നിങ്ങൾക്ക് ആ കഥ അറിയില്ലായിരുന്നു, നിങ്ങൾ ദോഷം നിരൂപിച്ചു, സ്വർഗത്തിലെ ദൈവമോ നന്മയ്ക്കാക്കി മാറ്റി. ഈ ലോകത്തിന്റെ പ്രഭുക്കൾ അറിഞ്ഞില്ല യേശുവിനെ ക്രൂശിച്ചപ്പോൾ എന്താ സംഭവിക്കാൻ പോണേന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ അതിനെ സകലതിനെ നന്മയ്ക്കാക്കി മാറ്റി. വി ആർ ബ്ലെസ്ഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ യേശു ക്രിസ്തുവിലൂടെ നൽകുകയുണ്ടായി.